ഈ വീക്ക് എവിടെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഷാർജയിൽ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഈവനിങ് നേരെ അങ്ങ് വെച്ച് പിടിച്ചു. ഫസ്റ്റ് നമ്മൾ പോകുന്നത് മെയിൻ ഇവന്റ് നടക്കുന്ന ലൊക്കേഷനായ ഡോക്ടർ സുൽത്താൻ അൽ കാസിമി സെന്ററിലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ വേ ലൈറ്റ്സിനെ കൊണ്ട് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവന്റ് നടക്കുന്ന ടീംസ് ഇവിടെ നല്ല വ്യൂവേഴ്സ് ഗാലറി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റുക. ഈ ലൈറ്റ് ഷോ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലീസിനൊക്കെ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ ലൈറ്റ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് 3rd ഫെബ്രുവരിയിലാണ് കേട്ടോ. ഇത് 15th ഫെബ്രുവരിയിൽ അവസാനിക്കുകയും ചെയ്യും. ഇവിടുത്തെ ലൈറ്റ് ഷോ കഴിഞ്ഞപ്പോൾ നേരെ അടുത്ത ലൈറ്റ് ഷോ നടക്കുന്ന ലൊക്കേഷനായ ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ലൈറ്റ് ഷോ നടക്കുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. അത് ഷാർജ മാത്രമല്ല, കോർഫക്കാൻ, കാൽബ, എല്ലാ ഐക്കണിക് പ്ലേസിലും ഈ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ടൈമാണ് ഷാർജ ഗ്രാൻഡ് മോസ്കിലെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുമ്പും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഷാർജ ഗ്രാൻഡ് മോസ്കിൽ ഇവരെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഷോ എനിക്ക് ഒരു പുതുതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുമ്പത്തെ വർഷങ്ങളിലുള്ള പോലെ തന്നെയുള്ള സെയിം ലൈറ്റിങ്സ് തന്നെയാണ് ഇത്തവണയും അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഷാർജ ലൈറ്റ് ഷോ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെന്നെങ്കിൽ ഒരു പ്രാവശ്യം പോയിട്ട് എന്തായാലും എക്സ്പീരിയൻസ് മറക്കണ്ട കേട്ടോ. ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന 15 വരെയുള്ളൂ ഈ ഷോ. സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.